ഞങ്ങൾ കണ്ടിട്ടില്ല. മാനേജ്മെന്റ് ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതുവരെ ഒരു കാര്യത്തിന് പോലും മാനേജ്മെന്റ് ഞങ്ങൾക്ക് ആക്സസ് ഇല്ല. ഇവിടുത്തെ സീനിയർ സ്റ്റാഫിന് ആക്സസ് ഇല്ല. പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പോലും അല്ലെങ്കിൽ ഇപ്പൊ പോലും ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് സാറ് സംസാരിച്ചിട്ട് പോലും മാനേജ്മെന്റ് 1 മണിക്കൂർ കൂടുതലായി മീറ്റിംഗ് ആയിട്ട് ഒരാൾ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒരു റെസ്പോൺസ് പോലും തന്നിട്ടില്ല. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധർമ്മടം മണ്ഡലത്തിലെ ഒരു കോളേജിൽ നടന്ന പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട SC/ST ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയോട് അവിടുത്തെ കോളേജിലെ അധ്യാപകർ നടത്തിയ ക്രൂരമായ പീഡന കഥകളാണ്. പീഡനം എന്ന് പറഞ്ഞാൽ ജാതീയമായ പീഡനം, മാനസികമായ പീഡനം, ശാരീരികമായ പീഡനം ആണെന്ന് അവിടെയുള്ള വിദ്യാർത്ഥികൾ തന്നെ വിളിച്ചു പറയുകയാണ്. പെൺകുട്ടികളടക്കം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒരേപോലെ ഇപ്പോൾ ആ കോളേജിൽ നിന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് പിണറായി വിജയൻ്റെ ധർമ്മടത്തെ ഡെൻ്റൽ കോളേജിൽ, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നടന്നിരിക്കുന്നത് സമാനതകളില്ലാത്ത ക്രൂരമായ പീഡനങ്ങളും അതേപോലെ SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളോട് തെരഞ്ഞെടുത്ത് അവരോട് ജാതീയമായിട്ട് വളരെ മോശമായി പെരുമാറുന്ന കാര്യങ്ങളാണ്. പട്ടികളോട് പെരുമാറുന്ന പോലെ, ഒരു യാതൊരു വിലയില്ലാത്ത മനുഷ്യരെ പോലെ, മനുഷ്യരായി പോലും ഇവർ കാണുന്നില്ല. മൃഗങ്ങളെ പോലെയാണ് പെരുമാറുന്നത്. പല പെൺകുട്ടികളും പറഞ്ഞിട്ടുള്ള ഞെട്ടിക്കുന്ന വസ്തുതകൾ കേട്ടിക്കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ തന്നെയാണോ? നമ്മൾ കേട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യ സമയത്തൊക്കെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജാതീയ വെറി പൂണ്ട നായർ നമ്പൂതിരി നമ്പൂതിരിമാർക്കെതിരെ ശക്തമായ രൂപത്തിൽ താഴേക്കടയിലുള്ള ജാതിയിൽ താഴെയുള്ള ആളുകൾ നടത്തിയ സമരങ്ങൾ, വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും എല്ലാം ഹിന്ദുക്കൾക്ക് പ്രവേശനം വേണം, എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം വേണം എന്നുള്ള സമരമായിരുന്നു. അതായത് തൊട്ടുകൂടായ്മ, ജാതീയമായിട്ടുള്ള ആളുകൾ അടുത്ത് വരുമ്പോൾ വിട്ടുനിന്ന് ശബ്ദം ഉണ്ടാക്കുക, അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അതിനീചമായ കാര്യങ്ങൾ ആണത്. എന്നാൽ ഇത്തരം കാര്യങ്ങളാണ് പിണറായിയുടെ മണ്ഡലത്തിൽ, അതായത് ധർമ്മടം മണ്ഡലത്തിലെ ഒരു കോളേജിൽ അരങ്ങേറിയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. അവിടെ ചില അധ്യാപകരും നടത്തിയിട്ടുള്ള ഇത്തരം ക്രൂരമായ വേട്ടകൾ നമ്മുടെ സംസ്കാരത്തെ ലജ്ജിപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ പോലും നടക്കാത്ത വൃത്തികേടുകളാണ് അവിടെ നടന്നിട്ടുള്ളത്. പെൺകുട്ടികളെ ആൺകുട്ടികൾ കൊണ്ട് അടുപ്പിക്കുക, ആൺകുട്ടികളെ പെൺകുട്ടികളെ കൊണ്ട് അടുപ്പിക്കുക, ചെരുപ്പൂരി തല്ലാൻ ശ്രമിക്കുക, പച്ചയ്ക്ക് തെറി പറയുക, ജാതി പറയുക, നിറം പറയുക തുടങ്ങി അതിനീചമായ രൂപത്തിലാണ് ഈ കോളേജിൽ ഇത്തരം കാര്യങ്ങൾ അരങ്ങേറിയിട്ടുള്ളത്. എന്നാൽ പല കാലഘട്ടത്തിൽ ഇത്തരം പരാതികളായി എത്തുന്ന ആളുകളെ എല്ലാ തരത്തിലും ഉപദ്രവിക്കുകയും പരാതി കൊടുത്താൽ കേസെടുക്കാതിരിക്കുകയും അതേപോലെ മാനേജ്മെൻറ്റിന് അനുകൂലമായ നിലപാടെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് പിണറായി വിജയനാണ്. അവിടുത്തെ MLAയും മന്ത്രിയുമായ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണെന്നുള്ള ആരോപണമാണ് അവിടെ നിന്ന് ഉയരുന്നത്. ഇത്രയും ദിവസം ഈ സംഭവം ഉണ്ടായിട്ടും ഇന്ന് എവിടെയോ ഒരു പ്രതികരണം പിണറായി വിജയൻ നടത്തി എന്നല്ലാതെ ഇന്നേ വരെ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് പോവാൻ പോലും പിണറായി വിജയന് സമയമുണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം 140 മണ്ഡലങ്ങളിലും ഹെലികോപ്റ്ററിൽ പറന്ന് പ്രചരണത്തിനെത്തിയെങ്കിലും തൻ്റെ മണ്ഡലത്തിലുണ്ടായിട്ടുള്ള അതിനീചമായ ഈ പ്രവൃത്തിയെ അദ്ദേഹം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് അവിടുത്തെ മാനേജ്മെൻറ്റിനുണ്ട് എന്നുള്ളത് സത്യം. ആ മാനേജ്മെൻറ്റ് ഈ കോളേജ് നിർമ്മിക്കുന്നതിൽ, സ്ഥലമെടുക്കുന്നതിലൊക്കെ വ്യാപകമായ അട്ടിമറികളും തട്ടിപ്പുകളും നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ കമ്മീഷൻ പിണറായി വിജയനും പറ്റിയിട്ടെന്നുള്ള ആരോപണങ്ങളും പുറത്തു വരികയാണ്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ കോളേജുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിലെല്ലാം തന്നെ കമ്മീഷനായി പിണറായി വിജയനെ കൈപ്പറ്റിയത് കൊണ്ട് ആ കോളേജിൽ എന്ത് തെമ്മാടിത്തരം നടന്നാലും അവിടെ SFIക്കാരോ വേറെ സംഘടനകളോ അനങ്ങില്ല. ഇപ്പോൾ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി SFIയും മറ്റുള്ള സംഘടനകളും ഒക്കെ രംഗപ്രവേശനത്തിൽ ആരെങ്കിലും ശബ്ദിച്ചാൽ അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ കോളേജ് അധികൃതരുടെ രീതി. അതിന് പോലീസ് ഒത്താശയുമുണ്ട്. ഇപ്പോൾ തന്നെ ഈ മരണം നടന്നിട്ട് ഇത്ര ദിവസമായി. എന്നിട്ട് അതിൽ പ്രതികളായ 2 അധ്യാപകർ എങ്ങനെ രക്ഷപ്പെട്ടു? പിണറായി വിജയൻ്റെ മുറ്റത്തല്ലേ രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടാൻ വേണ്ടി കർണാടകയിലും തമിഴ്നാട്ടിലടക്കം പോലീസിനെ അയച്ചുള്ള പിണറായി വിജയന് SIT ടീമിൻ്റെ ഒറ്റ ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചുള്ള പിണറായി വിജയന്
എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും ദിവസമായിട്ട് അവരെ അറസ്റ്റ് ചെയ്യാത്തിരുന്നത്? എന്തുകൊണ്ടാണ് അവർ രക്ഷപ്പെടാൻ സൗകര്യമൊരുക്കി കൊടുത്തത്? അതിന് പിന്നിലൊക്കെ പിണറായി വിജയൻ്റെ കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് അവിടുത്തെ വിദ്യാർത്ഥിനികളും പറയുന്നത്. അവിടുത്തെ വിദ്യാർത്ഥിനികൾക്ക് ഇതുവരെ ശബ്ദിക്കാൻ അവസരമുണ്ടായിരുന്നു. ഇപ്പോൾ ശബ്ദിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ആണപ്പൊട്ടി ഒഴുകുകയാണ് പ്രതിഷേധം. അവർ പറയുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നമ്മെ ഞെട്ടിക്കുന്നതാണ്. അത് നമുക്ക് പൂർണ്ണമായി കേൾക്കാം. ചെറിയൊരു ഭാഗമാണ് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ പറയുന്നത് ചെരുപ്പൂരി തല്ലാൻ പോലും ശ്രമിച്ചു എന്നുള്ളതാണ്. ഏൽപ്പിച്ചു, ഒരു പെൺകുട്ടിയോട് മറ്റൊരു ആൺകുട്ടിയെ ചെരുപ്പൂരി തല്ലാൻ ഏൽപ്പിച്ചു, അതുപോലെ തിരിച്ചിട്ടും അങ്ങനെ ചെയ്യാനൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെ ഞെട്ടിക്കുന്ന ജുഗുപ്സാപരമായ കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്, കേട്ടു നോക്കാം. ഒരു ആള്, അതായത് നമ്മുടെ MD ഡോക്ടർ അദ്നാൻ, അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ അതേ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് തീർപ്പാക്കാൻ കഴിവുള്ള ഒരാൾ വന്ന് നമ്മളോട് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു അവർ വരുന്നത് വരെ ഞങ്ങൾ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ പ്രിൻസിപ്പളും നമ്മുടെ ബാക്കിയുള്ള HOD ഉൾപ്പെടെ ആരും വിചാരിച്ചിട്ടും ഇവര് വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടോ ഇവര് കിട്ടുന്നില്ല. അതാണ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരാവശ്യം മാത്രമാണ് ഡോക്ടർ റാം എന്ന വ്യക്തിയെ പുറത്താക്കേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് അതിനുപരി അത് മാത്രമല്ല കുറെ അധികം ഇതുകളും ഉണ്ട്. ഇതിലൊരു പ്രശ്നം, നിങ്ങൾക്ക് മാനേജ്മെന്റ് പ്രതിനിധികളുമായി സംസാരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് ഇതുവരെ? ഞങ്ങൾ കണ്ടിട്ടില്ല. മാനേജ്മെന്റ് ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതുവരെ ഒരു കാര്യത്തിന് പോലും മാനേജ്മെന്റ് ഞങ്ങൾക്ക് ആക്സസ് ഇല്ല. ഇവിടുത്തെ സീനിയർ സ്റ്റാഫിന് ആക്സസ് ഇല്ല. പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പോലും അല്ലെങ്കിൽ ഇപ്പൊ പോലും ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് സാറ് സംസാരിച്ചിട്ട് പോലും മാനേജ്മെന്റ് 1 മണിക്കൂർ കൂടുതലായി മീറ്റിംഗ് ആയിട്ട് ഒരാൾ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒരു റെസ്പോൺസ് പോലും തന്നിട്ടില്ല. അവര് എന്തൊക്കെയോ നമുക്കറിയില്ല, അവരെന്താണ് ആരാണ് ഒന്നും അറിയില്ല. ഇല്ല, അതെല്ലാം നമ്മള് മാനേജ്മെന്റിന്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കാണ്. നമുക്ക് അങ്ങനത്തെ ഈ മെയിൻ ഡിമാൻഡ് എന്ന് പറയുന്നത് റാം സാറിന്റെ എതിരെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, കുറെ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോളേജിൽ നിന്ന് പ്രതികരിച്ച ആരും നിതിന്റെ വീട്ടിലോട്ട് പോകുന്നില്ല എന്നുള്ളതായിരുന്നു. അതിന് മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൽ നിന്ന് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നമുക്കൊരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതായത് നിങ്ങൾ ഇന്നത് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര പേര് പോകണം. അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ ഉൾപ്പെടെ മണിക്കൂറുകൾ സമയമെടുത്ത് നമുക്കൊരു റിപ്ലൈ തിരിച്ചു കിട്ടാൻ. അതായത് നമ്മൾ അവിടെ പൊക്കോട്ടെ, ഞങ്ങൾ യൂണിയൻ ഭാരവാഹികൾ പൊക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് അതിലൊരു ഇതില്ല. അവർ അവിടുത്തെ പാരന്റ്സും നാട്ടുകാരും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടും നമ്മൾ പ്രതികരിച്ചതിന് ശേഷമാണ് അവരെത്തിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇവിടുന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് അറ്റ് യുവർ ഓൺ റിസ്ക് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു മാനേജ്മെന്റിനെ നമുക്ക് ഇങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ ഈ എല്ലാ പ്രശ്നങ്ങളും തീരുന്നത് വരെ ഞങ്ങൾ ഹൗസ് സർജൻസ് ഉൾപ്പെടെ എല്ലാവരും ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അതെ, നമുക്ക് ഇന്ന് എത്രയും പെട്ടെന്ന് മാനേജ്മെന്റ്, ഞാൻ പറഞ്ഞ MD ഡോക്ടർ അദ്നാൻ അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഉള്ള ആരെങ്കിലും, നമുക്ക് ആ ഒരു പേര് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ ഇതുവരെയായിട്ട് ഇങ്ങനെ ആരെയും കണ്ടിട്ടില്ല. മനസ്സിലായോ? രാവിലെ ഇല്ല അതുവരെ ഞങ്ങൾക്ക് പ്രിൻസിപ്പൾ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരാളുണ്ടെന്ന് തന്നെ അറിയുന്നത്. മനസ്സിലായി? നമുക്ക് അപ്പോൾ ഇതിൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഒരാൾ വരുന്നവരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഡിസിഷൻ വേണം. അതെ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ സ്റ്റുഡൻസും അത് മാത്രമല്ല ഹൗസ് സർജൻസും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ MK റാം ആരോപണത്തിനെതിരെ ഒരുപാട് പേരുണ്ട്. അധ്യാപകരല്ല, അധ്യാപകർ എപ്പോഴും ഫുൾ സപ്പോർട്ട് തന്നെയാണ്. അധ്യാപകർക്ക് പോലും അറിയില്ല മാനേജ്മെന്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആരാണെന്ന് പോലും അറിയില്ല. അപ്പോൾ മാനേജ്മെന്റിൽ നിന്നുള്ള പ്രതികരണമാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ അറ്റ് യുവർ ഓൺ റിസ്ക് പോയിട്ട് വരണം. അവിടുത്തെ നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളത് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ്. റാമിനെ പുറത്താക്കിയതിന് ശേഷം നടപടി എന്തായിരിക്കും നിങ്ങളത്? ആ ഒറ്റ വിഷയത്തിൽ ഇവരെ അത് കുറച്ചും കൂടി വേറെ കുറെ കാര്യങ്ങൾ കോളേജിൽ എല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാവരും കേൾക്കാൻ തയ്യാറാവണം. ആദ്യം നോക്കും, എന്നിട്ട് അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റിയ ഒരാൾ വന്നിട്ട് അവരോട് സംസാരിച്ച് അതിലൊരു തീർപ്പ് വരുത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇല്ല, പുതിയ പ്രിൻസിപ്പൾ 3 മാസമായിട്ടുള്ളൂ വന്നിട്ട്. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തത് കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മുകളിലാണ്.
പ്രിൻസിപ്പളിന് അറിയില്ല കംപ്ലൈന്റ് കൊടുത്ത കാര്യം. ഈ 3 മാസത്തിനിടയിൽ കൊടുത്തിട്ടില്ല. ഇല്ല, കൊടുത്തിട്ടില്ല. മൂന്ന് മാസത്തിനിടയിൽ അത്തരത്തിൽ ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ നിതിന്റെ ഇൻസിഡന്റ് മാത്രം ഇപ്പൊ നമ്മൾ കംപ്ലൈന്റ്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഇന്നലെ എല്ലാവരും പ്രതികരിച്ചത്. ഈ 3 മാസമല്ല, ഈ MK റാം എന്ന് പറയുന്ന സാറിന്റെ പേരിൽ ഇഷ്ടംപോലെ അലിഗേഷൻസ് പിള്ളേര് വെർബലി ആണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുള്ള കാര്യം തന്നെ. ഡോക്ടർ MK റാം മാത്രമാണോ നിങ്ങൾ ഇപ്പൊ പറയുന്ന ഈ പ്രശ്നമുള്ള അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് മോശമായിട്ട് ഇവിടുന്ന ഒരു അധ്യാപകൻ? അത് ഇങ്ങനത്തെ ഒരു കേസ് വന്ന് ആ MK റാമിന്റെ പേരിൽ ഉയർന്നുകൊണ്ടാണ് പുള്ളി മാത്രം എന്നുള്ളത്. അത് നമ്മൾ ബാക്കിയുള്ള കംപ്ലൈൻറ്റ്സ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ മാനേജ്മെന്റ് അധ്യാപകരുണ്ടോ? അധ്യാപകരുണ്ട്. അപ്പോൾ അത് മാനേജ്മെന്റായി സംസാരിച്ച് അവർ നമുക്കൊരു ഡിസിഷൻ, അതായത് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്കത് കിട്ടുന്ന പക്വമായിട്ടുള്ള ഡിസിഷൻ കിട്ടുന്നവരെ നമ്മൾ അവരോട് അത് സംസാരിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ ഈ ഒരു പ്രതിഷേധം നിർത്തുള്ളൂ. സംസാരിക്കുന്നത് ഇല്ല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നവരെ നമ്മൾ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം, ഞങ്ങൾ ശ്രമിച്ചു 4 ദിവസമായിട്ട് മാനേജ്മെന്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. സ്റ്റാഫും എല്ലാവരും മാനേജ്മെന്റ് കോൺടാക്ട് ചെയ്യാനായിട്ട്. ആ 4 ദിവസമായിട്ടും ഇവരെ നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ വിചാരിച്ചാലെങ്കിലും ഇന്ന് 3 മണിക്കുള്ളിൽ മാനേജ്മെന്റ് പോണ തടസ്സം പറയണം. ഇല്ല, ഞങ്ങൾ പോകുന്നുണ്ട്.